മലയോര മേഖലയിൽ കഴിഞ്ഞ 25 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആർക്കേഞ്ചൽ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിന് മിന്നുന്ന വിജയം. 2025-26 കാലയളവിൽ നേടിയ വിജയം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റിനും ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് അഭിപ്രായപ്പെട്ടു. ഹിദ ഫാത്തിമ 98.8% മാർക്കോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 97.8% മാർക്കോടെ അലീന എലിസബത്ത് ജിജിയും അശ്വിൻ ബിനുവും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. 97.4% മാർക്കോടെ കാഥറിൻ മരിയ ജിമ്മിയും റയാൻ സിജോയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. SSLC പരീക്ഷയെഴുതിയ 56 വിദ്യാർത്ഥികളിൽ 26 വിദ്യാർത്ഥികൾ 90%, 20 വിദ്യാർത്ഥികൾ 80%-ലധികവും, 8 വിദ്യാർത്ഥികൾ 70% മാർക്ക് വാങ്ങി പാസായി. ഈ വർഷത്തെ കുട്ടികളുടെ വിജയം സ്കൂൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണെന്ന് സ്കൂൾ പ്രിൻസിപ്പലും മാനേജ്മെന്റും അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാം CBSE ബോർഡ് എക്സാമിന് നമ്മുടെ സ്കൂളിൽ വളരെ ഒരു നിർണായകമായൊരു റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സലൻ്റ് റിസൾട്ട്. 56 സ്റ്റുഡൻസ് ആണ് അപ്പിയർ ചെയ്തത്. അതിൽ 90-നും 100% ഇടയ്ക്കുള്ള മാർക്കുള്ള കുട്ടികൾ 26 പേരാണ്. അത് ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് വി എവർ ഗോട്ട് ആൻഡ് ദ സ്റ്റുഡൻസ് ഹാവ് പെർഫോംഡ് വെൽ. 80-നും 90-നും ഇടയ്ക്ക് 20 കുട്ടികളാണുള്ളത്. അതുപോലെ തന്നെ 70-നും 80-നും ഇടയ്ക്ക് 8 കുട്ടികൾ, 60-നും 70-നും ഇടയ്ക്ക് 2 കുട്ടികൾ. ഇതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികളുടെ നിരന്തരമായ പരിശീലനവും പേരൻസിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കഠിനാധ്വാനവുമാണ്. എനിക്കറിയാം നമ്മുടെ ഒരു നവംബർ മാസത്തിൽ ഇവരുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഫ്രം ദെൻ ഓൺ നമ്മൾ മോഡൽ എക്സാം ഇട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഇവിടെയിട്ട എക്സാമുകൾ വളരെ ടഫായിരുന്നാണ് അവർ പറയുന്നത്. കമ്പയർഡ് ടു ദ ബോർഡ് എക്സാം വാസ് വെരി ഈസി. ദ ക്വസ്റ്റ്യൻസ് വാട്ട് ദേ വെർ സെയിങ്, വാട്ട് വി വെർ ഗിവിങ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ സ്കൂൾ, ഇറ്റ് വാസ് comparatively rather hard questions. സോ ആ രീതിയിൽ കുട്ടികളെ പ്രിപ്പയർ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വർഷം കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ലൊരു റിസൾട്ടായിരുന്നു. ഒരു നല്ല ബാച്ചായിരുന്നു ഇവർ. അത് അവരുടെ കഠിനാധ്വാനവും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിനൊക്കെ പുറമെ നല്ലൊരു റിസൾട്ട് തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. താങ്ക് യു.